ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊഞ്ച് പിടിക്കാൻ വന്നേക്കുവാണ്. കൊഞ്ച് വീശൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കായലിൽ നിന്ന് കൊഞ്ചിനെ പിടിക്കുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ഇതെന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങയുടെ അടിയിൽ ഒരു മണി കെട്ടിയിട്ട് ചെറിയ നൈസ് നൂലിങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ഇപ്പോൾ ഇത് കായലിൻ്റെ അടിത്തട്ടാന്ന് വിചാരിക്കും. കായലിൻ്റെ അടിത്തട്ട് ഇപ്പോൾ ഇതിങ്ങനെ കിടക്കും. എന്നിട്ട് ഈ നൂല് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ കെട്ടി വെക്കും. കെട്ടിങ്ങനെ ഇടും. അപ്പോൾ ഒരിക്കലും കൊഞ്ച് ഇത് അവിടെ ഇരുന്നുകൊണ്ട് കഴിക്കത്തില്ല. കൊഞ്ച് തേങ്ങക്കൊത്തും വലിച്ചുകൊണ്ട് പോകും. വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ സ്പോഞ്ച് വലിഞ്ഞു പോകുന്ന ഡയറക്ഷൻ കണ്ടിട്ട് നമ്മൾ വല എടുത്തിട്ടുണ്ട്. ആ വല വെച്ച് വീശും. അങ്ങനെയാണ് നമ്മൾ കൊഞ്ചിനെ പിടിക്കുന്നത്. നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവരും ഇങ്ങനെ കൊഞ്ചിനെ പിടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുകയാണെന്ന്. അപ്പോൾ എനിക്ക് ഒറ്റക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ചേട്ടച്ചാർ ഇവിടെ ഉണ്ട്. ഇടോ ഒറ്റക്ക് പറ്റാത്ത കാരണം നമ്മുടെ ചേട്ടച്ചാരുണ്ടെന്ന് നമ്മുടെ ഇവിടെ. ചേട്ടൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നതാണ്. അത് കാരണം ഒറ്റ കൈയിലാണ് വീഡിയോ എടുക്കാൻ പോണത്. അവിടെ അങ്ങോട്ട് വരാം. ചേട്ടനെ വെള്ളത്തിൽ കയറ്റാം. കൂട്ടുകാരുമായിട്ട് തമാശക്ക് എന്താണ് കൈ പിടിച്ച് തിരിച്ചതാണ്. കൈ ഒടിഞ്ഞു പോയി. എന്നിട്ട് ആ ഒടിഞ്ഞ കൈയും വെച്ചിട്ട് 1 മാസം ജോലിയും ചെയ്ത് കിടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് കൈ ഒടിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അതേ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക വീട്ടിൽ. ചേട്ടനെ വെള്ളത്തിൽ കയറ്റിയിട്ടുണ്ട്. അവിടെ ഇടാം. അപ്പോൾ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഇടുന്നുമ്പോൾ നമുക്കില്ലേ മുട്ടടിച്ച് ഐസ് നമുക്ക് ആദ്യം ഇത് ഇട്ട് കാണിച്ചു തരാം. വെള്ളം ആദ്യം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ ഇത് ഇടാൻ പോകുന്നത്. കണ്ടോ, വെള്ളത്തിലേക്ക് ഇടുക. കായലിൻ്റെ ആഴം നോക്കുക. ഇത്ര ഉണ്ട്. അപ്പം ആഴം തീർന്ന എവിടെയാണ് അവിടെ വെച്ച് ആ നൂല് ബാക്കി ഇങ്ങനെ കെട്ടി വെക്കുക. കറക്റ്റ് ആഴം കെട്ടിയത് 2-3 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നത്. അത് കാരണം നമുക്കൊന്നിങ്ങനെ അതിൻ്റെ ഇവിടുത്തെ ഐസിങ്ങൊക്കെ ഒന്ന് കളഞ്ഞ്, ഐസിങ് അല്ല, സ്മെല്ല് വരാൻ വേണ്ടി സൈഡൊന്ന് ക്ലീൻ ചെയ്തിടാം. ഇതിങ്ങനെ നിൽക്കണം. ഇത് വെള്ളത്തിൽ ഇടുവാണ് ഫസ്റ്റത്തെ ഇട്ട്. കണ്ടോ, ഇതിങ്ങനെ പൊങ്ങിക്കിടക്കണം. എന്നിട്ട് നമുക്കിനി അടുത്ത കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കാണിച്ചുതരാം. ഒന്നാമത്തെ അവിടെയാണ്. രണ്ടാമത്തെ ഇച്ചിരി കൂടെ നീക്കിയിട്ടാണ്. രണ്ടാമത്തെ ഇവിടെ ഇട്ട് മൂന്നാമത്തെ ഇവിടെ ഇട്ടിട്ടുണ്ട്. മറ്റേതിൻ്റെ ഏകദേശം ഒരു ഒറ്റ ലൈനായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് വലിച്ചുകൊണ്ട് പോകേണ്ടതില്ല. അത് പെട്ടെന്ന് അറിയാൻ പറ്റും. മൂന്നാമത്തെ ഇട്ട് നാലാമത്തെ ഇട്ട് മതിയല്ലേ. ഞാനായിട്ട് പിടിക്കുക. പുറത്തേക്ക് നോക്കാം. അഞ്ചാമത്തേണ്. നമുക്കിനി അങ്ങോട്ട് കയറ്റിവിടാം. ഇവിടെ കുറ്റിയുള്ള കാരണം ഇപ്പോൾ കൊഞ്ചെങ്ങാനും വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറ്റിയിൽ കയറാൻ കാണില്ല. അത് വല പോകും. വേറെ നമുക്ക്
അഞ്ചാമത്തെ നമ്മൾ ഇട്ടേക്കുന്നതുണ്ട, പൊങ്ങ് കിടക്കുന്നതുണ്ട. ഒരേ ലൈനിൽ തന്നെ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വലിച്ചിട്ട് പോകുമ്പോൾ ലാസ്റ്റത്തെ പൊങ്ങ, നമ്മുടെ ലാസ്റ്റത്തെ 9ാമത്തെ ഒരു നല്ല വലിയ തേങ്ങയുന്നത് ഇട്ട് കൊടുക്കാം. അതെ അതാണ്ട് നമ്മുടെ ലാസ്റ്റത്തെ തേങ്ങ കിടക്കുന്നു. ബാക്കി തേങ്ങകൾ അവിടെ ഉണ്ട് 8 എണ്ണം. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങയും വലിച്ചുകൊണ്ട് കൊഞ്ച് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വലയെടുത്ത് വീശും. ഏകദേശം 1 മണിക്കൂറോളമായി നമ്മൾ ആ പൊങ്ങുമായിട്ടിരിക്കണം. പക്ഷേ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിത് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ പാലത്തിൻ്റെ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ടോർച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളെന്തായാലും ഇന്നൊരു കൊഞ്ചിനെ പിടിക്കും. നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടായി പോകും. നമുക്ക് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ തന്നെ ഇടാം. നമുക്ക് അവിടെ കൊഞ്ചില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി ഇട്ടായിരുന്നു കേട്ടോ. അതിൽ കൊഞ്ചൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. നമ്മളിപ്പോൾ എന്താ ഒരു കൊഞ്ചെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. സ്പീഡിലാണ് നമ്മുടെ വീടിൻ്റെ വാതിക്കെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങാട്ടിടാം. ഇവിടെ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇടുന്നത് കാണിക്കുന്നില്ല. നമുക്ക് ഇട്ടിട്ട് വെയിറ്റ് ചെയ്ത് കാണിക്കാം. ഗൈസ്, നമുക്ക് കൊഞ്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗൈസ്, ഞാൻ ക്യാമറ കുത്തിയിട്ട സമയത്താണ് നമുക്കിത് കൊഞ്ച് പിടിച്ചിട്ടുണ്ട്. ആ പൊങ്ങിൽ ഞങ്ങൾ പറ്റിച്ചെന്ന് കാണിച്ചുതരാം. പിന്നെ നമുക്ക് വേറൊരെണ്ണത്തിലും പിടിച്ചിട്ടുണ്ടില്ലേ, അത് വലിച്ച സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാദ്യം വീശാം, കാണിച്ചുതരാവേ. കുട്ടികളെ ഒഴിക്കോടാ. കോട്ടക്ക് മറ്റേത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു വെള്ളം അനുസരിച്ചു നമ്മൾ വല സെറ്റ് ചെയ്തിട്ടുണ്ട്. എടുക്കാൻ വേണ്ടി വലിച്ചേക്കണം. കൊഞ്ച് വലിച്ചത് നമ്മൾ നേരെ ഇട്ട് ഈ സൈഡിൽ നിന്ന് ഇറക്കുക. ഫുള്ള് വളച്ചാല ക്യാമറ കയ്യിലിട്ടെ. ക്യാമറ വിളിച്ച് പിടിച്ചാ വല വളഞ്ഞാണ് വീണത്. കൊഞ്ചുണ്ടാന്ന് നോക്കാം. കറക്റ്റ് പൊങ്ങിനെ വീശിട്ടേക്കണം. എടാ, നീ അടുത്ത് ഇവിടെ ഇരിക്കണം കേട്ടാ. വെള്ളം വിട്ടുപോയി. കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. സാധനം നമുക്ക് ഫസ്റ്റ് കൊഞ്ച് കിട്ടിയേക്കണം. ഒരു കിട്ടില്ല സാധനം പൈസ കാണിച്ചത് റെക്കോർഡിങ് ആണല്ലേ. നിങ്ങൾ നോക്കിയേ, കാലം കൊഞ്ച്. ഇതാണ് കാലം കൊഞ്ച്. നീലക്കാലം കൊഞ്ച്, വലിയ സാധനം.
വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കണേ. സാധനം കിട്ടി. നൈസ്തേ സാധനം കണ്ട. ഇതിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അത് തന്നെ അടിച്ചിട്ടുണ്ട്. ഒറ്റ കാണിച്ച് കാണുന്നുണ്ടോ? ഫുള്ള് കാണുന്നുണ്ടോ? ഇതാണ് കാലം കൊഞ്ച്. കാലം നോക്കി എൻ്റെ കൈകളെത്തുന്നുണ്ട് കണ്ടോ. ഇതിനടുത്ത് പിടിക്കാം. ഇവിടെ കിടക്കട്ടെ, പോകത്തില്ല, കടിക്കല്ലേ. വെട്ടമുണ്ടല്ലോ അതെ. നമുക്ക് ആ കൊഞ്ചിൻ്റെ കൂടെ കിട്ടിയതാണ് ഒരു എന്താണ് നന്ദനും ഒരു കുറിച്ചിലും. അത് നമ്മൾ കളയുവാണ്. ഇതേ ഗൈസ്, ഇത് കണ്ട ആ പൊങ്ങ് കണ്ട സൈഡിൽ വലിച്ച് കയറ്റി വെച്ചേക്കോ. അതെ കാണാവോ? അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ചെന്ന് വീശാൻ പറ്റത്തില്ല. നമുക്കില്ലേ അത് ആ ഇളയെന്ന് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇടണം. എന്നിട്ട് നമുക്കൊരു വല വീശാനുള്ളൊരു പൊസിഷൻ കണ്ടുപിടിക്കണം. എന്നാലേ വീശാൻ പറ്റുള്ളൂ. കരക്കൂടാ അത് അടുക്കല്ലേ? മാക്സിമം അവിടെ ഫ്രണ്ടിലൊരെണ്ണം വലിക്കുന്നുണ്ട്. നമുക്ക് അതാദ്യം അയ്യോ റിസ്ക്കാണിത്. ഇതാ പതിയെ അതിൽ വലിയ കൊഞ്ചാന്ന് തോന്നുന്നു. സ്പീഡ് വലിക്കുന്നുണ്ട്. നമ്മൾ വീശിയിട്ടുണ്ട്. നമ്മൾ വേറെ എടുക്കാൻ കയറുന്നുണ്ട്. ഐസ് ഇറക്കമാണ് നമുക്കില്ലേ, കായലിൽ ഇറക്കമാണ്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടേ വല കയറണം. എന്നിട്ട് വലിക്കാനായിട്ട് ഇങ്ങോട്ട് പോകും. കാണിച്ചത് ഇതിയേം കാത്തു ധന്യാക്കി. മീനാണോ? മഞ്ഞ് ഒരു തരം അക്കയുടെ ഒരു ബോൾസിൽ ഊരി ഉടക്കി. അത് ഊരിക്കൊടുക്കാൻ മഞ്ഞൊക്കെ ഐസ് നമുക്കിത് ഇവിടെ നമ്മുടെ വള്ളം കെട്ടി വെക്കണം. വള്ളം ഇങ്ങനെ കെട്ടി വെക്കണേ. ഒറ്റക്ക് വരുമ്പോൾ എങ്ങനെയാണ് വീശുന്നതെന്നാണ്. ഇങ്ങനെ കെട്ടി വെക്കണം. ചവിട്ടി പിടിച്ചിട്ട് വീശുന്നത്. കമ്പുണ്ടാ പണിപാളി കമ്പിൽ ഉടക്കിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. ഇല്ല എന്തുണ്ടോ അതെ ആ സൈഡിൽ കയറിയാണ്. എനിക്ക് തോന്നുന്നു അവൻ്റെ തടത്തിലേക്ക് പോയതായിരിക്കും. കിട്ടിയില്ല. കമ്പിൽ ഉടക്കി. നല്ല വീശായിരുന്നല്ലേ? കറക്റ്റ് വളഞ്ഞു ഇല്ലൊക്കെ. അത് പോയി. അത് പോയൊക്കെ വേറൊരെണ്ണം കിട്ടി. ഇതിലില്ല. നമുക്ക് അപ്പം അതെടുക്കാൻ കേട്ടോ അടുത്ത്. ഇതിപ്പോൾ ഉടക്കിയത് എടുത്തപ്പോഴേക്കും വേറെണ്ണം വലിച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അതിനെ വീശാനായിട്ട് പോവുക. അപ്പോൾ ഈ വലയിലെ ഉടക്കൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞില്ലായിരുന്നു. കാരണം അവൻ ഉടക്കം മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഒരുപാട് അടുത്ത് പോയത് കാരണം വീശാനുള്ള പാങ്ങില്ല. കാരണം ഇത് മെല്ലെ പുറകോട്ട് വലിച്ചിട്ട് വേണം വീശാൻ. ഇത് കല്ലെടുക്കണം. അപ്പോൾ കല്ലെടുക്കിലേക്ക് കൊഞ്ച് കയറ്റിയാൽ പിന്നെ വലിച്ചെടുക്കാൻ പാടാം. അതിന് മുമ്പ് നമ്മൾ വലിച്ചെടുക്കണം. കൊഞ്ച് നല്ല വലിവുണ്ട്. വലിച്ച് ഇത് കല്ലെടുക്കുക. അപ്പോൾ അങ്ങോട്ട് കയറ്റിയാൽ പിന്നെ വീശാൻ പറ്റൂല. നമ്മൾ പുറകോട്ട് വലിച്ചെടുക്കണം. കണ്ടോ അത് ഭയങ്കര ബലത്തിൽ വലിച്ചോണ്ടിരിക്കുക പുറകോട്ട്. നമ്മൾ മാക്സിമം ഇങ്ങോട്ട് എടുത്തിട്ട് വേണം വീശാനായിട്ട്.
മതിയാവോ? അത് ഒരു കൈ കൊണ്ട് ചവിട്ടി പിടിച്ചാൽ എന്നിട്ട് വല എടുക്കുക, ഇത് വെളുക്ക്, പിന്നെ വലിക്കും. നമ്മൾ വലയെടുത്തിരിക്കണം. അപ്പോൾ അത് പുറത്തേക്ക് ഒരുമാതിരി പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വലയെടുത്ത് വീശാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മളതിനെ വീശിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഈ വല വലിച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ആ കൊഞ്ചുണ്ട് അതിൽ. നമുക്ക് കിട്ടിയിട്ടുണ്ടേ. നേരത്തെ കിട്ടിയേക്കാളും ചെറിയ കൊഞ്ചാണ്, ചെറിയ കാലുള്ളതാണ്. ആ കിട്ടി, രണ്ടാമത്തെ കൊഞ്ച് കിട്ടി. ഇത് രണ്ടാമത്തെ കൊഞ്ചാണ്. അത് ഭയങ്കര അറ്റാക്കിങ് ആണ്. ഇതുണ്ട്, രണ്ട് കൈയിട്ട് കടിച്ച സാധനം. കുറേ നാൾക്ക് ശേഷം ഞാൻ കൊഞ്ച് കടിക്കണത്. കുറച്ച് നേരം കടിച്ചിരിക്കട്ടെ. നമുക്ക് വേറെ നമുക്ക് വേറെ എണ്ണം അടിച്ചിട്ടുണ്ട്. ഇച്ചിരി ദൂരത്തായിട്ടാണ്. ഗൈസ്, നമുക്ക് ആ കൊഞ്ച് കിട്ടിയായിരുന്നു കേട്ടോ ഒരെണ്ണം. ഞാൻ അവസാനം അത് കാണിച്ചു തരാവേ. പെട്ടെന്ന് നമ്മുടെ ക്യാമറ ഓഫായി. നമ്മൾ വീട്ടിൽ കൊണ്ട് ക്യാമറ കുത്തിയിട്ടതേ വന്നേയുള്ളൂ. അപ്പോൾ അച്ചുക്കുട്ടനെ ഇറക്കി. എൻ്റെ അച്ഛനുണ്ട്. ആ കൊഞ്ചുണ്ട് ഇതിൽ കാണാം. വെള്ളത്തിൽ കാണിച്ചു തരാം. കൊഞ്ചുണ്ടേ, ചെറുതാണ്. നമ്മൾ ആദ്യം കിട്ടിയത് പോലെയല്ല, രണ്ടാമത് കിട്ടിയ സൈസ്, ചെറിയ സൈസ്. ഇപ്പോൾ കിട്ടിയ കൊഞ്ച് കേട്ടോ. അവനും എൻ്റെ കൈയിട്ട് കടിച്ചുകൊണ്ടിരിക്കണേ. നല്ലപോലെ തുളഞ്ഞു കയറുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു കൊഞ്ചാണ്. നാലാമത്തെ കൊഞ്ചാണ് കേട്ടോ ഇത്. ഞാൻ അവസാനം എല്ലാം കാണിച്ചിട്ടാണ്. നാലാമത്തെ കൊഞ്ച്. ഓക്കെ, അല്ലേ, ഇവിടെയാണ് ഞാൻ കെട്ടിയിട്ടേക്കുന്നത്. ആ കുട്ടക്കകത്താണ് കൊഞ്ചുള്ളത്. അച്ഛാ അങ്ങോട്ട് നോക്കി. നമുക്കിനി തുടർച്ചയായിട്ട് കൊഞ്ച് പിടിക്കുന്ന വീഡിയോ ഇടാം കേട്ടോ. കാണിച്ചു തരാം. ഇതേ വൈകുന്നേരം വീശിയ കരിമീനാണിത്. നാളെ കൊടുക്കാം. കൊഞ്ചിനെ കാണിക്കാം. വള്ളത്തിലേക്ക് വെച്ചാൽ നൈസാണ്. കണ്ണൊക്കെ തെളിഞ്ഞ കാണണ്ട. ഇതാണ് നമുക്ക് കിട്ടിയ കൊഞ്ചുകൾ. കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മളെടുത്ത് വെച്ചേ. ഫസ്റ്റ് കിട്ടിയ ഒരു വലുത് വയസ്സിൽ കാണുന്നത് നിങ്ങൾ അടിച്ച് മനസ്സിലാവും. കണ്ടോ? കണ്ടോ? അതാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ ഒരു ഞാൻ തുറന്നു. ഗൈസ്, നമ്മൾ അധികം ഡാമേജ് വരുത്തുന്നില്ല. ഇതൊരു മുട്ട കൊഞ്ചാണ്. കണ്ട, മുട്ടകളാണ്. അത്യാവശ്യം വലുതാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുട്ട കളയാത്ത വിധം നമ്മളതിന് കായലിലേക്ക് തന്നെ വിടുവാണ്. കണ്ടോ? കൊഞ്ചുകൾ കുറവാണ് നമ്മുടെ കായലുകളിൽ. അപ്പോൾ മുട്ട കൊഞ്ചൊന്നും ആരും പിടിക്കരുത്. നമുക്കില്ല കൊഞ്ചൊന്നും ഉണ്ടാകത്തില്ല. അയ്യോ, ഒരു പീസ് മുട്ട പോയി. ഞാൻ ഇനി കാണിക്കുന്നില്ല, കളയുവാണേ. കായലിലേക്ക് തന്നെ കളയുന്നു. അതെ, ബാക്കി മൂന്നെണ്ണം നമ്മളെടുത്തു. പിന്നെ അതെ, ഇതിന് ജസ്റ്റ് വേണമെന്ന് കാണിക്കുക. അതിൻ്റെ വീഡിയോ ഒന്നുമില്ല. അപ്പം എന്നുവെച്ചാൽ കൊല്ലിയൊന്നും പോയി കാണിച്ചു കൊടുക്കുക. ഓക്കെ ചേച്ചാ, മീനും കൂടി ഒന്ന് കാണിച്ചേക്കാം. ഒരു തവള ഇരിക്കണ ഇതേ പൊക്കണ്ട. നാളെ മാർക്കറ്റിൽ കൊടുക്കാനുള്ള മീനാണ്. ഐസ് ഉണ്ട്. ചത്തു പോകുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനി വെള്ളത്തിൽ ഇടുന്നില്ല. ഐസിലേക്ക് വെക്കാൻ പോവാണ്.
ചൂടാക്കി വെള്ളത്തിന് ചൂടാക്കി തവള കണ്ട. നമ്മുടെ കടയിൽ എന്തൊക്കെയാന്ന് നോക്കി തവളയുണ്ട്, മീനുകളുണ്ട്, ഐസിൽ വെക്കാനുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.